ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ ചെറിയൊരു മോക്ക് ടെസ്റ്റുമായിട്ടാണ്, ചെറിയൊരു മോഡൽ എക്സാമുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എക്സാമുള്ള എല്ലാവരും തന്നെ മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നമ്മളിവിടെ 30 ചോദ്യങ്ങളാണ് നോക്കുന്നത്. അതിൻ്റെ ചെറിയൊരു കട്ട് ഓഫ് നമ്മൾ വെച്ചിട്ടുണ്ട്. 18 മാർക്കാണ് കട്ട് ഓഫ്. ഓക്കെ, 18 മാർക്കാണ് കട്ട് ഓഫ്. അപ്പോൾ നിങ്ങൾക്ക് ഈ 18 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് അത് എത്രയാണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാലും അത് സീരിയസ് ആയിട്ട് തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും അറിയിക്കുന്നു. നോക്കപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ്? രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ, ബി, സി, ഡി. ഓപ്ഷൻസ് ഡി ആണ്. ഓക്കെ, ന്യൂഡൽഹിയിലാണ് രാജ്യാന്തര കഥകളി കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഏത് സംസ്ഥാനത്തിൻ്റെ പ്രധാന കലാരൂപമാണ് കഥകളി? എവിടെയാണ്? നമ്മുടെ കേരളത്തിനെയാണ്. ഓക്കെ, കഥകളി, ഓട്ടൻതുള്ളൽ, മോഹിനിയാട്ടം ഇതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെയാണ്. കുച്ചിപ്പുടി എവിടെയുള്ളതാണ്? കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, എ പിയിലുള്ള ആന്ധ്രാപ്രദേശിലുള്ളതാണ് കുച്ചിപ്പുടി. അതുപോലെ കൊട്ടം ഏതെന്ന് അത് ആന്ധ്രാപ്രദേശ് തന്നെയാണ്. ഈ ടായുടെ നമ്മൾ എന്താ പോലെ എഴുതാലോ, ആന്ധ്രയുടെ എന്താ പോലെയൊക്കെ എഴുതാമല്ലോ. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. കൊട്ടം എന്നറിയപ്പെടുന്ന കലാരൂപവും അതാണ് നമ്മുടെ ആന്ധ്രാപ്രദേശിൻ്റെയാണ്. കുച്ചിപ്പുടി, കൊട്ടം അതൊക്കെ ആന്ധ്രാപ്രദേശിൻ്റെയാണ്. പിന്നെ ഗിഡ എവിടെയുള്ളതാണ്? ഗിഡ എവിടെയാണ്? പഞ്ചാബിലാണ്. ഓക്കെ, ഗിഡ പഞ്ചാബിലാണ്. അതേപോലെ ഗർഭ എവിടെയാണ്? ഗർഭ ബി എസ് സി കേട്ടിട്ടുള്ളതാണ്. ഗർഭ എവിടെയാണ്? ഗിഡ പഞ്ചാബിലും ഗർഭ എവിടെയാണ്? ഗുജറാത്തിലാണ്. ആ ഗായിൽ തന്നെ ഉണ്ട്, ഗുജറാത്ത്. ഓക്കെ, ഗർഭ ഗുജറാത്താണ്. അതുപോലെ ഗുജറാത്തിലുള്ള വേറൊരു കലാരൂപമാണ് ഫാവേ. ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഫാവേ. ഓക്കെ, ഗർഭ, ഫാവേ. അതുപോലെ തിപ്പിനി എന്നറിയപ്പെടുന്ന കലാരൂപവും ഗുജറാത്തിലുള്ളതാണ്. അപ്പോൾ ഗുജറാത്തിൽ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ തിപ്പിനി, ഗർഭ, ഫാവേ. അതുപോലെ തന്നെ ദണ്ഡിയ, അതൊക്കെ അറിയായിരിക്കും, കേട്ടിട്ടുള്ളതായിരിക്കും. ദണ്ഡിയ. അതുപോലെ രാസലീലയൊക്കെ ഗുജറാത്താണ്. രാസലീലയൊക്കെ പി എസ് സി കേട്ടിട്ടുള്ളതാണ്. റാങ്ക് 5 ഉള്ളതാണ് രാസലീല എന്ന കലാരൂപം എവിടെ ഉള്ളതാണ്? നമ്മുടെ ഗുജറാത്തിലുള്ളതാണ്. ഖയാൽ എവിടെയുള്ളതാണ്? ഖയാൽ കേട്ടയാണ് ഈ ഇടയ്ക്ക്. ഖയാൽ രാജസ്ഥാനിലുള്ളതാണ്. രാജസ്ഥാനിലുള്ള കലാരൂപമാണ്. അതുപോലെ തന്നെ നമ്മുടെ അസ്സാമിലുള്ള ഒരു കലാരൂപം ഉണ്ടല്ലോ, ഇതാണ് ബിഹു ആസാമാണ്. ഓക്കെ, ആസാമൊക്കെ പല തവണ കേട്ടിട്ടുള്ളതാണ്. തമാശ എവിടെയുള്ളതാണ്? തമാശ ഏത് സംസ്ഥാനത്തിൻ്റെ പ്രധാന കലാരൂപമാണ്? തമാശ നമ്മളെന്താ മഹാമാരൊക്കെ തമാശ പറയുമെന്ന് ഓർത്താൽ മതി. അപ്പം മഹാരാഷ്ട്ര, തമാശ മഹാരാഷ്ട്രയിലുള്ളതാണ്. അപ്പോൾ ഇത്രയും കലാരൂപങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നോക്കി വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യമാണ്, നിലവിലെ കേരളത്തിലെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ആരെന്നാണ്? ആരാണ്? നമ്മുടെ വീണ ജോർജാണ്. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് രൂപം കൊണ്ട സ്ഥലം? കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് രൂപം കൊണ്ട സ്ഥലം എവിടെയാണ്? പയ്യന്നൂർ, തലശ്ശേരി, തിരുവനന്തപുരം, പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് രൂപം കൊണ്ട സ്ഥലം 43 ഓപ്ഷൻ ബി ആണ്, തലശ്ശേരിയിലാണ്. ഓക്കെ, നമ്മുടെ ധോനിനോർത്താതി. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് രൂപം കൊണ്ട് തലശ്ശേരിയിലാണ്. അടുത്ത ക്വസ്റ്റ്യനാണ്, A-B എന്ന കൃതി രചിച്ചതാര്? ആരാണ്? ഓപ്ഷൻ ഡി ആണ്, വി അയ്യപ്പനാണ്. A-B എന്ന കൃതി രചിച്ചത്. വി അയ്യപ്പൻ ആരാണ്? കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ്. ഇതാണ് വി അയ്യപ്പൻ. A-B എന്നത് വി അയ്യപ്പൻ്റെ അഥവാ കോവിലൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അടുത്ത ചോദ്യമാണ്, 5ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തതിൽ 44ാമത് ഭരണഘടനാ ഭേദഗതിയുമായി ഏതാണ് 44ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടത്? ഓപ്ഷൻ എ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർത്തു. ഓപ്ഷൻ ബി ലോകസഭയുടെ അംഗസംഖ്യ 525 നിന്നും 545 ആക്കി മാറ്റി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. ഭരണഘടനാ ഭേദഗതി ബില്ലിന് രാഷ്ട്രീയപതി നിർബന്ധമായും അംഗീകാരം നൽകണം എന്ന് വ്യവസ്ഥ ചെയ്തു. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, നമ്മുടെ സ്വത്തവകാശം പല തവണ കേട്ടിട്ടുള്ളതാണ്. നിലവിൽ സ്വത്തവകാശം ഒരു നിയമാവകാശമാണ്. ആർട്ടിക്കിൾ 300A ആണ് നിലവിൽ സ്വത്തവകാശത്തിൻ്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. 6ാമത്തെ ചോദ്യമാണ്, വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? സ്ഥിരം കേൾക്കുന്ന ഒരു മേഖലയാണ് പി എസ് സിയിൽ. ഇതൊന്നും രണ്ടാമതൊന്നും ചിന്തിക്കാതെ അടിക്കണം. ഹേബിയസ് കോർപ്പസ് ആണ്. 7ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തതിൽ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ ഏതൊക്കെയെന്നാണ്? പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്?
ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, 1, 2, 3, 4 ഉണ്ട്. സന്താനം കമ്മിറ്റി, അതേപോലെ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, സാദിഖ് അലി കമ്മിറ്റി. ഇതിൽ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് 1, 2, 3. അതായത് ത്രിതല പഞ്ചായത്ത് സംവിധാനം കൊണ്ടുവന്നത് ബൽവന്ത് റായ് മേത്തയാണ്. അതെങ്ങനെ നമുക്ക് ഓർക്കാമെന്ന് വെച്ചാൽ ബൽവന്ത് റായ് മേത്ത 3 വേർഡ്സ് ഇല്ല ആ പേരിൽ. അപ്പം ത്രിതല പഞ്ചായത്ത് സംവിധാനം. അശോക് മേത്തയാണ് എന്താണ്? ദ്വിതല പഞ്ചായത്ത് സംവിധാനം. ഓക്കെ, ദ്വിതല പഞ്ചായത്ത് സംവിധാനം അശോക് മേത്തയും, ത്രിതല പഞ്ചായത്ത് സംവിധാനം ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. മാറിപ്പോയത് കേൾക്കണയാണ്. 8ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തതിൽ ശരിയായത് ഏതൊക്കെയെന്നാണ്? ജമ്മു കാശ്മീർ, ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31. പൗരത്വ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12. പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 26. ശരിയായത് ഏതൊക്കെയെന്നാണ്? ശ്രദ്ധിക്കണം, ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയെന്നാണ്? ഏതാണ് 8ാമത്തെ ചോദ്യത്തിന് ഉത്തരം? ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ്. ജമ്മു കാശ്മീർ, ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31. അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഡിസംബർ 12. അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ വന്നത് 2020 ജനുവരി 10 ഓക്കെ, അതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. ജനുവരി 10. 9ാമത്തെ ചോദ്യമാണ്, നിലവിൽ ഏറ്റവും കുറവ് വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റ് ഏതെന്നാണ്? യൂണിയൻ ലിസ്റ്റാണ്, സ്റ്റേറ്റ് ലിസ്റ്റാണ്, കൺകറൻറ്റ് ലിസ്റ്റാണ്? ഇതൊന്നുമല്ല. നിലവിൽ ഏറ്റവും കുറവ് വിഷയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ്, കൺകറൻറ്റ് ലിസ്റ്റാണ്. ഓക്കെ, കൺകറൻറ്റ് ലിസ്റ്റാണ് ഏറ്റവും കുറവ് വിഷയങ്ങളുള്ളത്. യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയങ്ങളാണുള്ളത്? എത്രയാണ്? തുടക്കത്തിൽ 97 വിഷയങ്ങളുണ്ടായിരുന്നു. നിലവിൽ 98 വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിലുള്ളത്. ഓക്കെ, 97-ന് 98ആയി. ഭരണഘടന വന്ന സമയത്ത് 97-ഉം 97-ഉം അതിനുശേഷം നിലവിൽ ഇപ്പോൾ എത്രയാണ്? 98 വിഷയങ്ങളുമാണ് ഉള്ളത്. അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റിൽ എത്ര വിഷയങ്ങളാണ്? തുടക്കത്ത് 66 വിഷയങ്ങളുണ്ടായിരുന്നു. നിലവിൽ 59 വിഷയങ്ങളാണ്. ഓക്കെ, യൂണിയൻ ലിസ്റ്റിലാണെങ്കിൽ 98, സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിൽ 59. അതുപോലെ കൺകറൻറ്റ് ലിസ്റ്റിൽ എത്രയാണ് ഉള്ളത്? എത്ര ഉണ്ടായിരുന്നു? തുടക്കത്തിൽ 47, നിലവിൽ 52 വിഷയങ്ങളാണുള്ളത്. ഓക്കെ, 52. അപ്പം ഒന്നുകൂടി പറയാം, യൂണിയൻ ലിസ്റ്റിൽ നിലവിൽ 98, സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിൽ 59, കൺകറൻറ്റ് ലിസ്റ്റിലാണെങ്കിൽ 52 വിഷയങ്ങളാണുള്ളത്. പഠിച്ചു വയ്ക്കണം. 10ാമത്തെ ചോദ്യമാണ്, ഭരണഘടനയിൽ ചൂഷണത്തിന് എതിരായ അവകാശത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതെന്നാണ്? ചൂഷണത്തിനെതിരെ ഏതാണ്? ഓപ്ഷൻ ഏതാണ്? ചൂഷണത്തിനെതിരായ ആർട്ടിക്കിൾ 23-ഉം 24-മാണ്. ആർട്ടിക്കിൾ 23, 24-മാണ്. അതിൽ ആർട്ടിക്കിൾ 23 എന്തോന്നാണ്? ആർട്ടിക്കിൾ 23 എങ്ങനെയാണ്? എന്തോന്നാണ്? ഇതാണ്, അടിമപ്പണിയാണ്. ഓക്കെ, അടിമ മനുഷ്യന്മാരെ അടിമപ്പണി ചെയ്യിക്കലാണ് ആർട്ടിക്കിൾ 23. അടിമപ്പണി പ്രൊഹിബിറ്റ് ചെയ്യണത്, തടയുന്നതാണ് ആർട്ടിക്കിൾ 23. അതേപോലെ ദേവദാസി സമ്പ്രദായം തടയുന്നതും ആർട്ടിക്കിൾ 23-ആണ്. ഇത് രണ്ടും ഓർത്ത് വയ്ക്കണം, കാരണം PSC കേട്ടിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് 23-നെ എങ്ങനെ 3ആയിട്ട് എഴുതുമ്പോൾ ഒരാൾ കുനിഞ്ഞ് നിൽക്കണ ഓർത്താൽ മതി. ജസ്റ്റ് ചെറിയൊരു കണക്ഷൻ കിട്ടുമല്ലോ. അപ്പോൾ അയാൾ കുഞ്ഞിന്ന് നട്ടിൽ നിന്ന് വർത്താതെയൊക്കെ ഇരുന്ന് പണിയെടുക്കണമെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അങ്ങനെ ആർട്ടിക്കിൾ 23 അടിമപ്പണി, അതുപോലെ മനുഷ്യക്കടത്ത്, അതൊക്കെ ആർട്ടിക്കിൾ 23 പ്രകാരം പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ദേവദാസി സമ്പ്രദായം, ദേവദാസി ഇതുമ്പോൾ ഇതൊരു 3ൻ്റെ ഷേപ്പല്ലേ. അപ്പോൾ ആർട്ടിക്കിൾ 23 ദേവദാസി സമ്പ്രദായം പ്രൊഹിബിറ്റ് ചെയ്യുന്നതും ആർട്ടിക്കിൾ 23-ആണ്. 24 അറിയാലോ, ബാലവേല. ഓക്കെ, ബാലവേല നിരോധനം ആർട്ടിക്കിൾ 24-ആണ്. 11ാമത്തെ ചോദ്യമാണ്, ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നറിയപ്പെടുന്ന നാഡീവ്യവസ്ഥ. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നറിയപ്പെടുന്ന നാഡീവ്യവസ്ഥ ഏതാണ്? 11ാമത്തെ ചോദ്യമാണ്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥയാണ്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്നറിയപ്പെടുന്ന നാഡീവ്യവസ്ഥയാണ് സിമ്പത്തറ്റിക് നാഡീവ്യവസ്ഥ. 12ാമത്തെ ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്നവ ഏത് രക്തഗ്രൂപ്പുകാരിൽ നിന്നാണ് എ പോസിറ്റീവ് രക്തഗ്രൂപ്പുകാരന് രക്തം സ്വീകരിക്കാൻ സാധിക്കാത്തത് ഏതെന്നാണ്? ഏത് ഗ്രൂപ്പിൽ നിന്നാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, AB പോസിറ്റീവിൽ നിന്നാണ് രക്തം സ്വീകരിക്കാൻ കഴിയാത്തത്. 13ാമത്തെ ചോദ്യമാണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ശിരോനാഡി ഏതെന്നാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ശിരോനാഡി ഏതെന്നാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, വാഗസ് നാഡിയാണ്. ഓപ്ഷൻ ഡി വാഗസ് നാഡിയാണ്. 14ാമത്തെ ചോദ്യമാണ്, താഴെ കൊടുത്തതിൽ ശ്വാസകോശവുമായി ബന്ധമുള്ള രോഗങ്ങൾ ഏതൊക്കെയെന്നാണ്? ഏതാണ് ശ്വാസകോശവുമായി ബന്ധമുള്ള രോഗം? എംഫീസീമിയ, നിമോണിയ, സിഫിലസ്, COVID-19. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 1ഉം
എന്ന എംഫീസീമിയ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് ന്യൂമോണിയ അറിയായിരിക്കും കിട്ടും. അതുപോലെ COVID-19 വരുമ്പോൾ നമുക്ക് എന്താണ് ഭയങ്കര പോലെ ചുമയൊക്കെ വരൂലേ, COVID-19. ഓക്കെ, അപ്പം ഓപ്ഷൻ ഡി ആണ്. 1, 2, 4 1, 2, 4. 15ാമത്തെ ചോദ്യമാണ്, ഒരു വസ്തു നിശ്ചലാവസ്ഥയിലേക്ക് മാറുമെങ്കിൽ താഴെ പറയുന്നവൽ ശരിയായ പ്രസ്താവന ഏതാണ് ശരിയായ പ്രസ്താവന? ഓപ്ഷൻ എ, ബി, സി, ഡി. 4 വായിച്ച് നോക്കുക. നിശ്ചലാവസ്ഥയിൽ നിന്നും ചലനാവസ്ഥയിലേക്ക് മാറുന്നുവെങ്കിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം 0 ആയിരിക്കും. ഓക്കെ, വസ്തുവിൻ്റെ ആദ്യ പ്രവേഗം 0 ആയിരിക്കും. ഓപ്ഷൻ ബി ആണ്. 35 ഓപ്ഷൻ ബി ആണ്. നമ്മുടെ ഇംഗ്ലീഷിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. 16ാമത്തെ ചോദ്യമാണ്, വുഡ് യു മൈൻഡ് ഡാഷ്. വുഡ് യു മൈൻഡ് എന്താണ്? ഓപ്ഷൻ സി ആണ്. വുഡ് യു മൈൻഡ് പ്ലസ് ING വരണം. ING ഫോം ഉള്ളത് എഴുതാവൂ. വുഡ് യു മൈൻഡ് പ്ലസ് ING. ഓപ്ഷൻ സി ആണ്. കമ്മിങ് വിത്ത് മീ ആണ്. ഒന്നേ ഉള്ളൂ, കമ്മിങ് വിത്ത് മീ. ദ ഫ്രേസ് ആർട്ട് വല്ലോറം മീൻസ് എന്താണ്? ഇതൊക്കെ കേട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ, ഇതൊന്നും തെറ്റിക്കല്. PSC കേട്ടിട്ടുള്ളതാണ്. അക്കോർഡിംഗ് ടു ദി വാല്യൂ. ഓക്കെ, വല്ലോറം അതും വാല്യൂയും തമ്മിൽ കണക്ട് ചെയ്ത് വയ്ക്കാം. 3ാമത്തെ ചോദ്യമാണ് 18ാമത്തെ ചോദ്യം, ദ പ്ലേയേഴ്സ് റെസ്യൂംഡ് ദ ഗെയിം ഡാഷ് ഇറ്റ് സ്റ്റോപ്പ്ഡ് റൈനിങ്. ഏതാണ് അവിടെ കണക്ട് ചെയ്യണ വേർഡ്? ദ പ്ലേയേഴ്സ് റെസ്യൂംഡ് ദ ഗെയിം ഡാഷ് ഇറ്റ് സ്റ്റോപ്പ്ഡ് റൈനിങ്. കൂടുതലായിട്ട് സ്യൂട്ടായിട്ട് പറഞ്ഞാൽ അസൂണസ് ആണ്. ഓക്കെ, ദ പ്ലേയേഴ്സ് റെസ്യൂംഡ് ദ ഗെയിം അസൂണസ് ഇറ്റ് സ്റ്റോപ്പ്ഡ് റൈനിങ്. 19ാമത്തെ ചോദ്യമാണ്, വിച്ച് ഈസ് ദി കറക്റ്റ്ലി സ്പെൽറ്റ് വേൾഡ്. കേണൽ. കറക്റ്റ്ലി സ്പെൽറ്റ് വേൾഡ് ഏതാണ്? കേണൽ. ഏതാണ്? കൊലോനെൽ. എങ്ങനെയാണ്? കേണൽ, കൊളോണൽ അങ്ങനെയൊക്കെ വായിക്കാം. ഓക്കെ, കൊലോനെൽ. ഓപ്ഷൻ എ ആണ്. കേണൽ ഓപ്ഷൻ എ ആണ്. COLONEL ആണ്. 20ാമത്തെ ചോദ്യമാണ്, ഷീ അവോയ്ഡഡ് ഡാഷ് ഹിം about her plans. ഓക്കെ, ഷീ അവോയ്ഡഡ് ഡാഷ് ഹിം about her plans. ഏതാണ്? ഷീ അവോയ്ഡഡ് ടെല്ലിങ് ഹിം ആണ്. ഓക്കെ, ടെല്ലിങ് ഹിം about her plans. ഓപ്ഷൻ ഡി ആണ്. അടുത്ത മലയാളത്തിലെ 5 ചോദ്യങ്ങളാണ്. 21ാമത്തെ ചോദ്യമാണ്, അമ്മയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ജനയിത്രി, ജനനി, ജനിത്രി, ജനിതാവ്. ഏതാണ്? പരന്നു. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ജനയിതാവ് എന്താണ്? നമ്മുടെ അപ്പനെയാണ് പറയണം. ഓക്കെ, ബാക്കിയെല്ലാം അമ്മയാണ്. 22ാമത്തെ ചോദ്യമാണ്, കമ്മിറ്റിയുടെ നിയമനം ജനങ്ങളെ അത്ഭുതപ്പെടുത്തി എന്ന വാക്യത്തിലെ ക്രിയാനാമം ഏതാണ്? കമ്മിറ്റിയുടെ നിയമനം ജനങ്ങളെ അത്ഭുതപ്പെടുത്തി എന്ന വാക്യത്തിൽ ക്രിയാനാമം ഏതാണ്? ഒരു ക്രിയ നാമമായിട്ട് നമ്മൾ പറയുമ്പോഴാണ് ക്രിയാനാമം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഓപ്ഷൻ സി ആണ്, നിയമനം എന്നാണ്. ഓക്കെ, നിയമനം. ഓപ്ഷൻ സി നിയമനം എന്നാണ്. 23ാമത്തെ ചോദ്യമാണ്, ബേർഡ്സ് ഓഫ് ദി സെയിം ഫെതേഴ്സ് ഫ്ലോക്ക് ടുഗദർ. ഈ ശൈലിയുടെ ശരിയായ വിവർത്തനം. ഇതൊക്കെ കേട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. PSC മുൻവർഷങ്ങളിൽ കേട്ടിട്ടുള്ള ചോദ്യമാണ്. ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചു പറക്കും. 24ാമത്തെ ചോദ്യമാണ്, ശരിയായ പദം ഏതെന്നാണ്? അനുഗ്രഹീത. ശരിയായ പദം ഏതാണ്? 14 ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഒട്ടുമിക്കരും ഓപ്ഷൻ എ അടിച്ചു വയ്ക്കും, പക്ഷേ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, അനുഗ്രഹീത. പക്ഷേ അനുഗ്രഹം എങ്ങനെയാണ് എഴുതണേ? അനുഗ്രഹം. ഓക്കെ, ഇത് അനുഗ്രഹം. പക്ഷെ അനുഗ്രഹീത എങ്ങനെയാണ് എഴുതണേ? ഈയിടകളാണ്. ഓക്കെ, ഈ ദ ഇങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെ വ്യത്യാസം നോക്കണം. ഇത് ഗ്രഹം, ഇത് ഗൃഹീത ഇങ്ങനെയാണ് പോകുന്നത്, മാറിപ്പോവും. ഓക്കെ, അനുഗ്രഹീത, അനുഗ്രഹം മാറിപ്പോകലുണ്ട്. രണ്ട് വ്യത്യാസമാണ്. 25ാമത്തെ ചോദ്യമാണ്, അഗ്രജൻ എന്ന വാക്കിൻ്റെ വിപരീത പദം. അഗ്രജൻ പ്രീവിയസ് ആണ്. അഗ്രജൻ, അവരജൻ. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, അഗ്രജൻ, അവരജൻ. അത് നമുക്ക് നമ്മുടെ പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് 5 ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യൻ ശിക്ഷാ നിയമം ശിക്ഷാ നിയമം 326A വകുപ്പ് എന്തിനെ പ്രതിപാദിക്കുന്നു? 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ ശിക്ഷാ നിയമം 326A വകുപ്പ് എന്തിനെ പ്രതിപാദിക്കുന്നു? എന്തിനാണ്? 326A ഓപ്ഷൻ എ ആണ്. ഓക്കെ, ആസിഡ് ആക്രമണത്തിനാണ്. ഓപ്ഷൻ എ ആസിഡ് ആക്രമണമാണ്.
ഇതാണ് 326 ആസിഡ് ആക്രമണമാണ്. ആസിഡ് ആക്രമണമാണ്. 27ാമത്തെ ചോദ്യമാണ് മരണം സംഭവിപ്പിക്കുമെന്നോ കഠിന ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്നോ ഭയപ്പെടുത്തിക്കൊണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് പിടിച്ചുപറി നടത്താൻ ശ്രമിക്കുന്നതോ പരാമർശിക്കുന്ന IPCയിലെ വകുപ്പ് എന്നാണ്. പിടിച്ചുപറി നടത്തുന്നതോ ശ്രമിക്കുന്നത് പ്രതിപാദിക്കുന്ന വകുപ്പ് IPCയിലെ വകുപ്പ് എന്നാണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ 387 ആണ്. ഓക്കെ 387 ആണ്. 28ാമത്തെ ചോദ്യമാണ് IPC സെക്ഷൻ 359 പ്രകാരം ആൾ മോഷണം എത്ര വിധം? സെക്ഷൻ 359 പ്രകാരം എത്ര വിധമാണ് മോഷണം? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ 2 വിധമാണ്. 29ാമത്തെ ചോദ്യം 7 വയസ്സിന് മുകളിലും 12 വയസ്സിന് താഴെയും പ്രായമുള്ള കുട്ടികളുടെ കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ എന്നാണ്. 7നും 12 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ കുറ്റകൃത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IPC സെക്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ സെക്ഷൻ 83 ആണ്. സെക്ഷൻ 83 ആണ്. ലാസ്റ്റ് ചോദ്യമാണ് 30ാമത്തെ ചോദ്യം ക്രിമിനൽ നടപടി ചട്ടപ്രകാരം വാറണ്ടില്ലാതെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കുവാൻ കഴിയുന്ന സമയപരിധി എത്ര? കേട്ടിട്ടുള്ള ചോദ്യമാണ്. ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സമയപരിധി വാറണ്ടില്ലാതെ. ഓപ്ഷൻ ഡി ആണ് 24 മണിക്കൂറാണ്. പല സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് 24 hours. ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 30 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.